കണ്ണൂർ ജില്ലയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രം, ഇരുവേരി ശ്രീ പുലിദേവ ക്ഷേത്രം. റോഡ് സൈഡിൽ ക്ഷേത്ര കവാടത്തിനരികിലായി പുലിദേവതയുടെ അതിമനോഹരമായ ഒരു ശില്പം. കൂറ്റൻ ക്ഷേത്രഗോപുരത്തിന് മുകളിലായി മുഴുവൻ പുലിദേവതമാരുടെയും ശില്പങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു കാണാം. ക്ഷേത്രാങ്കണത്തിലേക്ക് പോകുന്ന വഴി ശരിക്കും ഒരു ഗുഹയിലൂടെ പോകുന്ന പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. ചുറ്റുമുള്ള വള്ളിപ്പടർപ്പുകളെ മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന വനതുല്യമായ പവിത്രമായ ഒരു കാവാണിത്. ഇരുവേരിക്കുന്ന് കൈലാസം എന്നറിയപ്പെടുന്നൊരിടം. കണ്ണൂർ ജില്ലയിലെ ചച്ചേരിച്ചാലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന കാവാണ് ഇരുവേരി പുലിദേവ ക്ഷേത്രം. മലബാറിൽ തെയ്യക്കാലം ആരംഭിക്കുന്നത് തുലാം 10 എന്നാൽ ചുരുക്കം കാവുകളിൽ വെള്ളാട്ടം കെട്ടിയാടാറുണ്ട്. അത്തരമൊരു കാവിലേക്കാണ് ഇന്നത്തെ യാത്ര. കണ്ണൂർ ജില്ലയിൽ ചച്ചേരച്ചാലിന് സമീപം പനേരിച്ചാലിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിപ്രാചീനമായൊരു കാവ് ഇരുവേരി പുലിദേവ ക്ഷേത്രം. വളരെയധികം പ്രാധാന്യമുള്ളതോ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നതുമായ ഒരിടം കൂടിയാണ് ഇവിടെ. ചക്രക്കല്ലിൽ നിന്ന് വെള്ളച്ചാൽ ഭാഗത്തേക്ക് വഴിയിലാണ് കാവ്. ഏകദേശം 6 ഏക്കർ വിസ്തൃതിയിലുള്ള കാടിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വള്ളിപ്പടർപ്പുകളും വലിയ വലിയ മരങ്ങളും നിറഞ്ഞ സ്വാഭാവിക വനാന്തരീക്ഷം ഈ കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇവിടുത്തെ പ്രധാന ആരാധനാ സങ്കല്പം പുലിദൈവങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ദേവപ്രതിഷ്ഠാ പാരമ്പര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. പുലികളെ വന്യമൃഗം എന്നതിലുപരി ദൈവസങ്കല്പത്തിൽ ആരാധിക്കുന്ന ഒരു കാവാണിവിടം. പ്രാദേശികമായി പ്രചരിക്കുന്ന ഐതിഹ്യമനുസരിച്ച് ശിവനും പാർവതിയും കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ 2 പുലികൾ ഇണചേരുന്നതായി കണ്ടു. തുടർന്ന് ശിവനും പാർവതിയും പുലിരൂപങ്ങൾ സ്വീകരിച്ചുവെന്നും അവരാണ് പുലിക്കണ്ടനും പുള്ളിക്കരിങ്കാളിയും എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവതമാർ. കുളത്തിലേക്ക് പോകുന്ന അതിമനോഹരമായി ചെത്തുകൽ പാകി പാർശ്വഭിത്തികളെല്ലാം കെട്ടി മനോഹരമാക്കിയിരിക്കുന്ന ഒരു ക്ഷേത്രക്കുളവും ക്ഷേത്രസന്നിധിയാണിത്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാറിയാണ് ഈ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ വിശാലമായൊരു ക്ഷേത്രക്കുളം തന്നെയാണിത്. ഇരുവേരിക്കാവിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് 5 ദേവതാ സങ്കല്പങ്ങളുടെ വെള്ളാട്ടമാണ് ഇവിടെ അരങ്ങേറുന്നത്.
നമ്മൾ ഇന്നുള്ളത് ഇരുവേരിക്കാവിലാണ്. ഇരുവേരിക്കാവ്, അതായത് ചെമ്പിലോട് പഞ്ചായത്തിൽ ഇരുവേരി എന്ന സ്ഥലത്തുള്ള ഇരുവേരിക്കാവ്. നമുക്ക് ഈ ക്ഷേത്രത്തിനെ പറ്റിയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ പറ്റിയും ഐതിഹ്യങ്ങളെ പറ്റിയും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം പ്രശാന്ത്, ഇന്ന് നടക്കുന്ന ചടങ്ങ് കണ്ടു. ഇന്നിവിടെ വെള്ളാട്ടം നടക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ദേവതകളെ പറ്റിയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ പറ്റിയും ഐതിഹ്യത്തിനെ പറ്റിയും ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഇരുവേരി പുലിദേവ ക്ഷേത്രം എന്നാണ് ഇവിടെ പറയാം. നമ്മൾ നാട്ടുകാർ ഇരുവേരിക്കാവെന്ന് എല്ലാവരും പറയും. ഇരുവേരിക്കാവ് എന്ന് പറഞ്ഞാൽ പുലിദേവ ക്ഷേത്രമാണ്. പുലിയും പുലിവറ്റൊക്കെ വരും അതൊരു ക്ഷേത്രത്തിൽ. പക്ഷേ എല്ലാ ക്ഷേത്രം പോലെയല്ല. നമ്മളിങ്ങോട്ട് ഈ ഇരുവേരിക്കാവ് കാഞ്ഞരോട് കിലാലൂർ ഒരു അപ്പുറം ഒരു ഇതുണ്ട്, കല്ലിങ്ങൽ പൂക്കലവൻ അച്ഛനും അമ്മയും. പുലിമുത്തപ്പനും പുലിമുത്താച്ചി കല്ലിങ്ങൽ പൂക്കലവൻ 2 ക്ഷേത്രമാണ്. ഒരു ക്ഷേത്രത്തിൽ ഗണപതിയാറ്, കരിന്ദ്രകണ്ണൻ, അപ്പക്കള്ളൻ, പിന്നെ കാളപ്പുലിയൻ, പുലിക്കണ്ണൻ, പുല്ലൂർ കണ്ണൻ, പുള്ളിക്കരിങ്കാളി. പുലിരികളി എന്ന് പറഞ്ഞാൽ പുലിത്തെയ്യം, അങ്ങനെയാണ്. അത് പുലിയുടെ കയ്യിൽ ഈ അച്ഛനും അമ്മയും പുലികാളി മോളാണ്. പിന്നെ പുലിക്കണ്ണൻ, പുല്ലൂർ കണ്ണൻ അതുള്ള. അത് ഈ പുലിയൂര് കാളിയും പുള്ളിക്ക് അമ്മയും മോളും മേൽമാടത്തിന് ഈ കാവിൽ. അപ്പുറം കല്ലിങ്ങൽ പൂകുലവനും പുലിമുത്തനും പുലിമുത്താച്ചി. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇരുവേരി പുലിദേവ ക്ഷേത്രം എന്നാ പറയാം. പുലിദേവ ക്ഷേത്രം, പുലിദേവ ക്ഷേത്രം എന്നാ പറയാം. അത് ശരി. ഈ പുലിദേവതകൾ ആരെല്ലാം? പുലിദേവകൾ ഇവിടെയുള്ള പുള്ളിക്കരിങ്കാളി, അത് അമ്മൻ, പിന്നെ പുലിക്കണ്ണ അച്ഛൻ, പിന്നെ പുലിയൂർ കാളി നമ്മൾ പറയും. പുല്ലൂർ കാളി എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. അപ്പം ഈടത്ത് നമ്മളവിടെ പുലിത്തെയ്യം എന്ന് പറയാം, അത് മോളാണ്. പിന്നെ പുലിക്കണ്ണൻ, പുല്ലൂർ കണ്ണൻ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഈ കണ്ടപ്പുലി മാരപ്പുലി എന്ന ദൈവം ഇവിടെ ഇല്ല. അപ്പം നമ്മൾ നേരത്തെ നിങ്ങൾ ചോപ്പ് പിടിച്ചിട്ട് പോകാനിട്ടില്ലേ, ഒരു ബോധനം മടി, അത് ഇവിടുന്ന് വേറെ പോയതാണ്. ഇവിടെ പ്രതിഷ്ഠയിലെ കെട്ടിയാടുന്നില്ല, ഇവിടെ ഉള്ള നിത്യപൂജയുള്ള ക്ഷേത്രമാണോ ഇത്? ഇവിടെ നിത്യപൂജ പാടില്ല. നിത്യപൂജ പാടില്ല പറഞ്ഞാൽ ഇവിടെ പിന്നെ തുറന്നടിയന്തരമുണ്ട്. അങ്ങനെ നമ്മളെ മകൻ 28 ഉത്സവം, 28, 29, 5-ാമത്തെ ദിവസം മുടിയേക്കും. എത്ര തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടുന്നുണ്ട്? 9, പിന്നെ 2, 11 തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രമാണല്ലേ. അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് ചുറ്റ് ഒരുപാട് കാട്, അതിമനോഹരമായ വള്ളിപ്പടർപ്പുകളും വലിയ വലിയ മരങ്ങളുള്ള ഒരു കാടാണ്. ഒരു കാവിന് വേണ്ട എല്ലാവിധ ഐശ്വര്യവും ഗുണങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അതിമനോഹരമായ ഒരു ക്ഷേത്രം, അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളവും ഇത് ഈ ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ചടങ്ങ് എന്താണ്? ഇന്ന് നടക്കുന്ന ഇവിടെ വെള്ളാട്ടം, കർക്കിടക വെള്ളാട്ടം, കർക്കിടക 28. കർക്കിടക 28 എല്ലാ വർഷവും ഇതേമാതിരി? എല്ലാ വർഷവും ഉണ്ട്. അത് 5 ദൈവത്തിൻ്റെ വെള്ളാട്ടം. 5 ദൈവത്തിൻ്റെ വെള്ളാട്ടം ഭഗവതീൻ്റെ പുള്ളിക്കരിങ്കാളി അമ്മേൻ്റെ കുളിച്ച് നടത്തും. അപ്പോൾ ഈ അത് എമ്പ്രാനാണ്. നമ്മൾ കെട്ടിയാടല്ല, എമ്പ്രാൻ്റെ കുളിച്ച് നടത്തുകയാണ്. അതാ പുള്ളിക്കരിങ്കാളി അമ്മ. അതിൻ്റെ ഇപ്പം അങ്ങനെയാണ് 2 വെള്ളാട്ടം കഴിഞ്ഞു. ഇനിയും പിന്നെ കുളിച്ചെണ്ണത്ത് തമ്പുരാട്ടി കഴിഞ്ഞാൽ 3 വെള്ളാട്ടം ആദ്യമുണ്ട്. അതെ, ഏകദേശം ഒരു 10-11 മണി വരെ നമ്മൾ ഇവിടുന്ന് എല്ലാം കുറേ ചിട്ടകളിടാം. കുറേ ചടങ്ങുള്ള സ്ഥലമാണ്. ഇപ്പോഴത്തെ എല്ലാവരുടെയും പോലെ പല സ്ഥലത്തുകളും എല്ലാവരും നല്ല ചിട്ടകളാണ്. പക്ഷേ ഈ ചിട്ടകൾ എല്ലാ ക്ഷേത്രത്തിലും വ്യത്യസ്തമായ ചിട്ട. നമ്മൾ പിന്നെ പഴയ ആചാരക്രമ പ്രകാരം ഇന്നും നടന്നു പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. അല്ല, ഇത് നമ്മൾ ഒരു ക്ഷേത്രങ്ങളങ്ങനെ പറയുന്നില്ല, പഴയ ആചാരപ്രകാരമാണ് നടന്നു പോകുന്ന ക്ഷേത്രങ്ങൾ. എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോഴും നമ്മൾ പലത് കാണുന്നുണ്ടല്ലോ. അതെ, ഇവിടെ പഴയ ആചാരപ്രകാരം. അപ്പോൾ ഇത് വന്നിട്ട് ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഇത് ക്ഷേത്ര കമ്മിറ്റിയാണ്. ഉരാളന്മാരുണ്ട് അല്ലേ? ഇത് പിന്നെ 3 ഉരാളന്മാരുണ്ട്. പിന്നെ കാവുകാരനോട് കായടുത്തുകാരന്മാർ ഉരുക്കുന്നുണ്ട്. പിന്നെ 4 വഴി കാരണന്മാർ. തറയക്കാരൻ പറഞ്ഞ പണ്ടത്തെ നാട്ടിലെ ആൾക്കാർ കൊയ്മയായിട്ട് ഇളവിട്ട് കൊയ്മ. പണ്ടത്തെ കൊയ്മ എന്ന് പറഞ്ഞാൽ നമ്പ്യാർ അവർ സ്ഥാനമുണ്ട് ഇവിടെ. അത് ഇന്ന് ഇവിടെ എല്ലാവരും നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റി ഉരാളന്മാരും കൂടിയിട്ട് ഉത്സവം. ഇരുവേരിയിലെ ദേശീയോത്സവമാണ്. ഇരുവേരിയിലത്തെ ദേശീയോത്സവം എന്ന് പറഞ്ഞാൽ ദൈവമ്പത് എന്ന് പറയാം നമ്മളെല്ലാവരും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇരുവേരിയിലെ ആൾക്കാർ വലിയ പ്രദേശമാണല്ലോ. കുറേ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ചെമ്പിലോട്ട് പഞ്ചായത്തിൽ ഇരുവേരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൽ. ഇരുവേരി എന്ന് പറഞ്ഞാൽ ആഘോഷ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇരുവേരിയിൽ ഭയങ്കര മാതൃകാപരമായ കമ്മിറ്റിയാണ്. അത് ശരി. എല്ലാ വർഷവും പിന്നെ ഈ ആഘോഷ പരിപാടികൾ 2, 3, 4 ദിവസം വലിയ പരിപാടി നടത്തുന്നുണ്ട്. ആഘോഷ പരിപാടികൾ മാത്രം അതിനോടനുബന്ധിച്ചിട്ട് ചികിത്സാ ഫണ്ട് കാര്യങ്ങൾ, പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആഘോഷ കമ്മിറ്റി ഇപ്പം നടത്തുന്നുണ്ട്. അപ്പം എല്ലാവർക്കും മാതൃകയായിട്ട് നാട്ടുകാരുടെ ദേശീയോത്സവമായിട്ട് കണക്കാക്കപ്പെടുന്നല്ലേ? എല്ലാവരും അപ്പുറം ഇപ്പുറം പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് നടക്കുന്നത്. പുള്ളിക്കരിങ്കാലി അമ്മയുടെ കുളിച്ചെഴുന്നള്ളത്ത് എന്ന ചടങ്ങാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എല്ലാവരും
കുളത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്ര മുറ്റത്ത് നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലത്താണ് കുളം സ്ഥിതി ചെയ്യുന്നത്. അതും അനവധി സ്റ്റെപ്പുകൾ, പടികൾ ഇറങ്ങിയാണ് കുളത്തിലെത്തുന്നത്. ഈ ചടങ്ങ് നടത്തുന്നത് എംബ്രാനാണ്. ആദ്യം പുള്ളിക്കരിങ്കാലി അമ്മയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി കുളത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. കുളി കഴിഞ്ഞ് ചമയങ്ങൾ അണിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ഉറഞ്ഞുകൊള്ളുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ചടങ്ങാണ്. ഇരുവേരി പുലിദേവതാ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മകരം 28 മുതൽ ആരംഭിക്കുന്ന ഉത്സവം 4 ദിവസം നീണ്ടു നിൽക്കുന്നു. കാവിൽ കയറൽ, തോറ്റങ്ങൾ, കലവറ നിറക്കൽ, ഘോഷയാത്ര, പൊന്നും മണ്ണാരവും, എഴുന്നള്ളത്ത്, കുടവെപ്പ്, 9 തെയ്യക്കോലങ്ങൾ അരങ്ങേറുകയാണ്. ബാലകൃഷ്ണ പണിക്കർ ഇപ്പം ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണ്? ഇപ്പം നടന്ന് കുളിച്ചെഴുന്നള്ളത്ത് ഒരു ദേവീൻ്റെ സങ്കല്പം, ദേവി സങ്കല്പമായിട്ട് കുളിച്ചെഴുന്നള്ളത്ത് അല്ലേ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും പ്രത്യേകിച്ച് ആചാരം. കുളത്തിലേക്കില്ല, ഇതിപ്പം കുളിച്ചെഴുന്നള്ളത്തല്ലേ നമ്മള് പിന്നെ ജപത്തോടായി അത് പണ്ടുണ്ടായാലുണ്ട്, ഇപ്പാന്ന് കാണാതെ കുറച്ച് മുമ്പേലും ഉണ്ടായി. അടുത്ത വെള്ളാട്ടത്തിനുള്ള മുഖമെഴുത്താണ് നടക്കുന്നത്. ഇനിയും 2 വെള്ളാട്ടം കൂടി നടക്കാനുണ്ട്.